ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സാരിയൊക്കെ എടുത്ത് നിൽക്കണ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഫംഗ്ഷൻ തന്നെയാണ്, കല്യാണമാണ്. അമ്മയുടെ ആങ്ങളുടെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു 10:30 അവിടെ എത്താൻ പറഞ്ഞാണ്. ഇത് പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പം എല്ലാവരും മേക്കപ്പും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് പുറത്തിറക്കാണ്. നമ്മളെക്കാളും കൂടുതൽ നേരം വേണം നമ്മുടെ പിള്ളേരൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർ നിൽക്കില്ല. പോണ നേരത്താണ് നമ്മൾ ഡ്രസ്സ് ഇടിപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കും. അതുകൊണ്ട് അവരെ പരിപാടിയും കണ്ടിട്ടുണ്ട്. അല്ലുട്ടാ 5 കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ ഇവർ 3 പേർക്ക് ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് 3 പേർക്കും. പക്ഷെ അതൊന്നും വേണ്ട, വെല്ലിയും എടുത്തുന്ന ഷർട്ട് മാത്രം മതി എന്നിട്ട് വാശി പിടിച്ച് അത് തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പാറക്കുട്ടനും സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതപ്പോൾ വല്യമ്മ എടുത്തു കൊടുത്ത ഷർട്ടാണ് അല്ലേ? അല്ലേ? അല്ലോ, വല്യമ്മ തന്ന ഷർട്ട് അല്ലേ ഇത്? ഏത് പട്ടി അടിച്ചിട്ടില്ല? അച്ഛൻ മേടിച്ചതാ? Yes, I'm okay. Ready? You are okay. You are ready. നമ്മളെവിടെയെങ്കിലും പോവുകയാണെങ്കിലേ ഇവരെ വീട്ടിൽ നിന്ന് ഷൂ ഇടിപ്പിക്കാറില്ല. കാരണം നമ്മുടെ മടിയിലൊക്കെ കുത്തി കയറിയിട്ട് ഷൂമ തഴുക്കൊക്കെ നമ്മുടെ ഡ്രസ്സ് മാവലാണ് പതിവ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ കാറിൽ കയറുമ്പോൾ ഇടിപ്പിക്കാറില്ല കേട്ടോ. അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് ഇടിപ്പിക്കാറ്. അതെല്ലാവർക്കും പരാതി, ഞാൻ സിന്ദൂരം തൊടില്ലാന്ന്. സോ പരാതി തുറക്കാൻ. പതിവില്ലാതെ കുറച്ചധികം സിന്ദൂരം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതായിരുന്നു, എവിടെയെങ്കിലും പോകുമ്പോൾ സിന്ദൂരം കുറച്ച് വലുതാക്കി തൊടാൻ കുറച്ച് മടിയാണ്. ഞാനും തൊട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടുപിടിക്കുക എവിടെയാണെന്ന്. ചെറിയൊരു പൊട്ടാണ് തൊട്ടിട്ടുള്ളത്. എനിക്ക് പക്ഷേ ഇഷ്ടമാണ് സാരിയുടെ കൂടെയൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ വലിയ സിന്ദൂരം തൊടുമ്പോൾ. പിന്നെ എനിക്ക് തന്നെ ഒരു കോംപ്ലക്സ് ഉണ്ട്. എനിക്ക് വലിയ സിന്ദൂരം തൊട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭംഗിയുണ്ടോ. അതായത് എനിക്കൊരു ട്രഡീഷണൽ ഫേസേ അല്ല, എനിക്ക് കുറച്ചൊരു വേറൊരു ടൈപ്പാണ്. അഞ്ജുന് പക്ക ട്രഡീഷണൽ ഫേസാണ്. എൻ്റെ അതേപോലെ അല്ല. അപ്പോൾ അവൾക്ക് സിന്ദൂരം തൊട്ടാലും ചന്ദനം തൊട്ടാലും അത് രസമാണ്. എനിക്കൊരിതാണ്, എനിക്ക് സാരി എടുത്താലും ഒരു ഭംഗി കുറവുണ്ടോ എന്നൊരു ഡൗട്ടാണ് എനിക്ക്. പക്ഷെ എല്ലാവരും പറയാറുണ്ട് ഭംഗിയുണ്ടെന്ന്. അതിനെ ആശ്വസിപ്പിക്കാൻ പറയുന്നതാണെന്ന് എനിക്കറിയില്ല. എനിവേ നമ്മൾ കല്യാണ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എൻട്രി ചെയ്യുന്ന ഒരു ഹാളിൽ തന്നെ ഗണപതിനെയും പിന്നെ അവിടെ ഇങ്ങനത്തെ കുറേ ആറ്റിക് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇവർക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജ്യൂസ് ഉണ്ടായിരുന്നു. ജ്യൂസിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. ജ്യൂസ് കഴിഞ്ഞിട്ട് അവർ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഇവിടുന്ന് വെള്ളം ജ്യൂസ് കൊണ്ട് ഉറക്കെ വിളിയായിരുന്നു. പിന്നെ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കി 3 പേരും കൂടിയും ചെയ്യുമല്ലോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ അല്ലുക്കുട്ടനായാലും കാശുക്കുട്ടനായാലും ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. ഇവർ രാവിലെ കഴിച്ചത് കുറച്ച് പുട്ടാണ്. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ പറഞ്ഞിട്ട് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ കുടിച്ചിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം വൈകിയപ്പോൾ ഭയങ്കര ദാഹമായി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ജ്യൂസ് കിട്ടിയപ്പോൾ നന്നായിട്ട് ഇത് കുടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ് ഈ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിരിക്കുന്നത്. കാരണം ഇവർ കുഞ്ഞ് വയറായതുകൊണ്ടും കുഞ്ഞ് കുടലായതുകൊണ്ടും എന്തെങ്കിലും ഇത്തിരി ചെന്നാൽ മതി വേഗം വയററിയാനായിട്ട്. അച്ഛനമ്മയാണെങ്കിൽ നേരത്തെ പോന്നിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ കല്യാണത്തിൽ എത്തലുണ്ടാവില്ലെന്ന് വെച്ചാൽ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 11 മണിയോ 11:30 ആയപ്പോൾ അങ്ങോട്ടാണ് എത്തിയത്. അങ്ങനെ നമ്മൾ ചെക്കനെയും പെണ്ണിനെയും കാണാൻ പോട്ടെ. അവർ ജസ്റ്റ് എൻ്റർ ആയിട്ടുള്ളൂ. നമ്മളെത്തിയതിന് ശേഷമാണ് ഇവിടുത്തെ കുറച്ച് ചടങ്ങൊക്കെ ആ മാല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് കേട്ടോ. അമ്പലത്തിൽ നിന്നാണ് കെട്ട്. അത് കഴിഞ്ഞിട്ട് ഹാളിൽ എത്തിയിട്ട് കുറച്ച് ചടങ്ങുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ടു. അങ്ങനെ നല്ല അടിപൊളി കല്യാണമായിരുന്നു. സാരിയൊക്കെ എടുത്ത് വന്നതിൻ്റെ എല്ലാവരും കാണിക്കേണ്ടതെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഹാളിലും അവിടെയൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങോട്ട് നടത്തു. പിന്നെ നമ്മുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരോടൊക്കെ സംസാരിക്കാനായിട്ട്. അപ്പോൾ എങ്കിൽ ചേട്ടനാണെങ്കിൽ എന്തോ ബിസിനസ് കാര്യമായി എന്തോ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ടും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേസ് ഇപ്പോൾ നമ്മുടെ പിള്ളേർ സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്തോ ഡൗട്ട് വെച്ചിട്ട് വിളിച്ചതായിരുന്നു. പിന്നെ നമ്മുടെ ചെക്കന്മാരെ എവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇതാണ് പ്രധാന പരിപാടി. ഓടാ ചാടാ മറിയാ കെടുക്കുക. ചേട്ടനായിരിക്കും മിക്കത് അവരെ പിന്നാലെ കൂടെ നടക്കാട്ടോ. കാശുകൂട്ടനാണ് ഓരോന്നും കണ്ടുപിടിച്ച് അല്ലു അതിന് ബഹടാ ചാടാടാ ഓടാടാ മറിയാടാ അതൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളും. അവനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് അല്ലു അതിനും ചെയ്യുക. അവർ കുറച്ച് പേടിയുള്ള കൂട്ടത്തില്ല. പക്ഷേ കാശിക്ക് അതൊന്നൊരു വിഷയമല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കസിൻസ്. നിഷ ചേച്ചിയുണ്ട്, സ്നേഹയുണ്ട്, പിന്നെ നിഷ ചേച്ചി മോളാണത്. അപ്പോൾ ഞങ്ങളെല്ലാവരും സാരീനെ കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ന്യൂ സാരീസ് ആണ്. എൻ്റെ അത് പുതിയ സാരിയാണ് കൈസ്. എൻ്റെ ഒരു ഷോർട്സിൽ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ 5 കൂടി എടുത്താണ്. അമ്മയ്ക്കും അമ്മയുടേതും പുതിയ സാരി തന്നെയാണ്. ഞങ്ങളെല്ലാവരും ഒരു പിങ്ക് നോക്കിയെടുത്തതാണ്.
അഞ്ജുവിൻ്റെ ആണെങ്കിൽ പിങ്കും ബ്രൗൺ ആണ്, എൻ്റെ ആണെങ്കിൽ ഒരു പിങ്കും ഗ്രീനും ആണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചൊരു കോമ്പിനേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓറഞ്ചും അതിൻ്റെ ബോർഡറിൽ ബ്ലാക്കും, അല്ലെങ്കിൽ നല്ല കോഫിയുടെ കളറല്ലേ, കോഫി പൗഡറിൻ്റെ കളർ, അതായിരുന്നു നോക്കിയത്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ എനിക്ക് വിഷമമായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞാൻ അവരെ കണ്ടെങ്കിൽ പോലും അത് കുറച്ച് ഫെയ്ഡായി പോണ കളറായിരുന്നു. നമ്മൾ എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇടുപ്പ് കിട്ടില്ല എന്ന് ഫീൽ ചെയ്തപ്പോൾ ഞാൻ എടുത്തില്ല. പിന്നെ ആ ഒരു പിങ്കും ഗ്രീൻ തന്നെ എടുത്തു. എനിവേ അത് സെറ്റൊക്കെ ആക്കി എടുത്തു വന്നപ്പോൾ നൈസായിരുന്നു എനിക്ക് തോന്നുന്നു. ഗൈസ് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും, എനിക്ക് സാരി എടുത്തിട്ട് വൃത്തിയുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി നമ്മളേതായ റിലേറ്റീവ്സിനൊക്കെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ്. ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാവരോടും സംസാരിച്ച് തീരില്ല, അത്രമാത്രം റിലേറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ ഓരോരുത്തരായിട്ട് കണ്ടവരൊക്കെ പോയി സംസാരിച്ചു. പിന്നെ അച്ഛനമ്മയ്ക്കാണെങ്കിൽ അവിടെ ക്യൂ ഉണ്ട്, അവരും അവരുടെ ക്യൂ. പറഞ്ഞ പോലെ ഒരു കല്യാണം വരണ നമ്മുടേതായ ആൾക്കാരെ എല്ലാവരെയും കാണാനായിട്ട്, നമ്മുടെ ഒരു കോമൺ റിലേറ്റീവിൻ്റെ കല്യാണം വന്നാലേ ഇവരെല്ലാവരെയും കാണാൻ പറ്റുള്ളൂ. അപ്പം അമ്മയാലും അച്ഛൻ്റെയും അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ചേട്ടന്മാരാണെങ്കിൽ വേറെ എന്തോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി ഇവർ പക്ക ട്വിൻസ് അല്ലേ, ഇവർ ട്വിൻസ് അല്ല എന്ന് ആരെങ്കിലും പറയുമോ? ആ സൈഡും മുടിയൊക്കെ അതെ ഒത്തിരി പേര് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ട്വിൻസ് ഉണ്ടായത്. അതെന്തെങ്കിലും ആവട്ടെ. ഇതെങ്ങനെയുണ്ട്? ഇതൊരു സാരിയുടെ പരസ്യം പോലെയല്ലേ, നൈസായിട്ടില്ലേ കാണാനായിട്ട്. ഞങ്ങൾ ഈ വീഡിയോ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ചുമ്മാ നോക്കിയപ്പോഴാണ് ഇത് ശരിക്കും സാരിയുടെ പരസ്യം, പട്ട് സാരിയുടെ പരസ്യം. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോൾ. അയ്യോ ഇപ്പോഴാണ് പറഞ്ഞത്, ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടില്ല. ചേച്ചി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരുന്നു അമ്മേരെ സാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സാരിയുടെ കളർ ചേഞ്ച് ആയിരുന്നു. ബോർഡർ മാത്രം ഒരു വയലറ്റ്, ഒരു ബ്ലൂവോ പർപ്പിളോ വയലറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. പക്ഷെ അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആ ഒരു കളർ കേട്ടോ. ഇനി എല്ലാവർക്കും മാറി മാറി എടുക്കാമല്ലോ. എനിക്കാണെങ്കിൽ അഞ്ജുൻ്റെ ജാക്കറ്റ് പാകം, അതുകൊണ്ട് കപ്പിൽ. അഞ്ജുനാണെങ്കിൽ എൻ്റെ ജാക്കറ്റ് പാകാവും. അമ്മേരെ ജാക്കറ്റാണ് ഒരു പ്രശ്നം, അത് വേറെ ഏതെങ്കിലും ജാക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. ഉണ്ണികൾക്ക് പാപ്പം എന്ന് പറഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇവരിങ്ങനെ പാപ്പം എന്ന് പറഞ്ഞ് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അതൊട്ടുമില്ലാത്ത പിള്ളേരാണ്, ആ ഒരു വികാരം തന്നെ. അപ്പോൾ അവർ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല സദ്യ ചെയ്തിട്ട് ഒരുപാട് കറികളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അടുത്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടാൻ പറ്റിയൊരു കല്യാണം വരുന്നതും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പയർ ചെയ്തതും. അങ്ങനെ നൈസ് കല്യാണമായിരുന്നു. എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇച്ചിരി ദിവസമായി ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടും കുറേ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് എടുക്കാനായിട്ട്. പിന്നെ ഇവന്മാർ വലുതായി വന്നുകൊണ്ടിരിക്കുന്നതിനാലും നമുക്കിത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവന്മാരെ പിന്നിൽ കൂടെ തന്നെയാണ് നമ്മൾ, മനസ്സിലായോ? അപ്പോൾ വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഇപ്പോൾ പണ്ടത്തെ പോലെ പറ്റണില്ല എന്നേ. എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സദ്യയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഇവർ ഫുഡൊക്കെ കഴിക്കാതിരുത്തുമ്പോൾ ഒരാളെ സെപ്പറേറ്റ് ഇവർക്കായി തന്നെ ഇടും. ഇവർ ചിലപ്പോൾ വാരി കഴിക്കും, അല്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കും. ഒന്ന് പുഷ് ചെയ്യണം, കഴിക്കടാ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കഴിക്കില്ല. പിന്നെ വെജ് ആയതുകൊണ്ട് തന്നെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ചൊക്കെ പോയിട്ടെ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചേട്ടാ ബൈ.